ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് എറണാകുളം ജില്ലയിൽ വാളകത്തിൻ്റെ അടുത്ത് മഴുവന്നൂർ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണാനായിട്ട് വന്നതാണ്. അദ്ദേഹം ഇവിടെ ചില സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. എൻ്റെ കൂടെ പാസ്റ്റർ പി മത്തായി കുഞ്ഞ് പാസ്റ്ററുണ്ട്. ഞങ്ങളിവിടെ എത്തി ഈ പാസ്റ്ററുടെ ജീവിത അനുഭവം ഒന്ന് കേൾക്കുവാനായിട്ട്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, സന്തോഷം. ഇങ്ങനെ ഒരു സഹോദരനുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവാവസരം തന്നതിന് ഒരു സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ബ്രദർ സൽമോൻ എന്നാണ്. എൻ്റെ വീട് ഒക്കെ ആയിരിക്കുന്നത് കൊച്ചിൻ റിഫൈനറിയുടെ അടുത്ത്, എറണാകുളം ജില്ലയിൽ കൊച്ചിൻ റിഫൈനറിയുടെ അടുത്ത് അമ്പലമേട് എന്നൊരു സ്ഥലത്താണ്. എനിക്ക് അമ്മ, ഭാര്യ, 3 കുട്ടികൾ. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പാസ്റ്റർ ജനിച്ച് വളർന്നതൊക്കെ ഏത് സ്ഥലത്താണ്? ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലായിരുന്നു? ഞാൻ ജനിച്ചെടുത്ത് തന്നെയാണ് എൻ്റെ ശുശ്രൂഷകൾ നടത്തുന്നത്. എൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ്. ഞാൻ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഏതാണ്ട് 94 മുതലേ. മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? അപ്പച്ചൻ സത്യത്തിൽ അമ്മ എൻ്റെ കൂടെയുണ്ട്. അപ്പച്ചൻ മരിച്ചിട്ട് ഏകദേശം 18 വർഷം കഴിയണം. അവര് സുഖമായിരിക്കുന്നു. അമ്മ കൂടെ ഉണ്ട്. ഇപ്പോൾ 86 വയസ്സുണ്ട്. അമ്മ എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും കൂടെ സഹകരിക്കുന്ന അമ്മച്ചിയാണ്. ഓക്കെ, പാസ്റ്റർ, ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക്, അതായത് ഈ ഇപ്പോൾ സുവിശേഷ വേലയാണല്ലോ, ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താ? അതിൻ്റെ കാരണം, ഞാനങ്ങനെ ഒരു പശ്ചാത്തലം അന്വേഷിച്ച് വന്നതല്ല. പക്ഷേ എൻ്റെ ആത്മീയ ജീവിതം അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായി എന്നുള്ളത് ആ അതിൻ്റെ അവസ്ഥ. ഞാൻ സഭാ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് പോലെ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളോടുള്ളൊരു അസ്വസ്ഥത ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വചനം പഠിക്കുകയായിരുന്നു, വചനം പഠിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. പല ദൂര സ്ഥലങ്ങളും പോകും, പലതരത്തിലൊക്കെ ആയിട്ട്. അങ്ങനെ വചനം പഠിച്ച് വരുന്തോറും നമുക്ക് ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുമല്ലോ. അങ്ങനെ വെളിപ്പെട്ട് വന്നപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയുടെ ബലഹീനതകളും കുറവുകളും മനസ്സിലാക്കി. അങ്ങനെ നിത്യത എന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവാനുപ്രകാരം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടു. അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് വരുന്നത്. അതായത് ഈ യാക്കോബായ പശ്ചാത്തലത്തിലാണല്ലോ പാസ്റ്റർ ജനിച്ചു വളർന്നത്. അപ്പം വചനവിരുദ്ധമായ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്? അല്ലെങ്കിൽ ഈ വചനവിരുദ്ധത മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ എന്താണ് അവിടെ പാസ്റ്റർ കണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ? എന്ത് കാര്യങ്ങളാണ് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്? നമ്മൾ ഒരു സഭയെ കുറ്റം പറയുന്നതിൻ്റെ പ്രസക്തിയില്ല. എങ്കിലും എനിക്ക് എൻ്റെ ചിന്തയിൽ വന്ന ചില പ്രധാന കാര്യങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ, ഒന്ന് വിശ്വാസ സ്നാനം തന്നെയാണ്. കാരണം ഒരു 90 ദിവസമുള്ളൊരു കുട്ടി സ്നാനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആ കൊച്ചിന് യേശുവിനെ കുറിച്ച് അറിയില്ല, പാവം എന്താണെന്നറിയില്ല, യേശുവിനെ രക്ഷകനായി ഏറ്റുപറയാനുള്ള ബോധ്യമില്ല. ഇപ്പം ഞാൻ തന്നെ എന്നെ മാമോദിസ മുക്കിയതാണെന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയും നമ്മുടെ ഉള്ളിലില്ല. പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്, ഏകദേശം 25 വയസ്സോടെയൊക്കെ അടുക്കുമ്പോഴാണ് നമ്മൾ വചനത്തിലേക്ക് അടുക്കുന്നത്. വചനം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രക്ഷിക്കപ്പെടണമെന്നും യേശു നമ്മുടെ വ്യക്തിപരമായ രക്ഷകനാണെന്നൊക്കെ ബോധ്യപ്പെട്ടിട്ട് വേണം സ്നാനപ്പെടാൻ. അതായത് അപ്പോസ്തല പ്രവൃത്തി പറയേണ്ടല്ലോ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെയാണ് ദിനംപ്രതി സഭയോട്. അപ്പോൾ രക്ഷിക്കപ്പെടാത്തൊരവസ്ഥയിൽ നമ്മൾ മാമോദിസ മുക്കിയെന്ന സഭയുടെ ആളാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സമുദായത്തിൻ്റെ അംഗമെന്ന് പറയാനൊക്കെ ഒക്കത്തുള്ളൂ. പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ചർച്ചിൻ്റെ ഭാഗമായിരുന്നെങ്കിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികളോട് സംസാരിക്കാനോ
ഇടപെടാനോ ഉള്ളൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ ആത്മീയ ജീവിതം, അതിൻ്റെ കുറവുകളോ ബലഹീനതകളോ കണ്ടുപിടിക്കാനോ സംസാരിക്കാനോ ഗൈഡ് ചെയ്യാനോ പറ്റിയ കുറേ ആഘോഷങ്ങൾ, പെരുന്നാളുകൾ, അങ്ങനെ പിരിവുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോവല്ലാതെ എൻ്റെ സ്പിരിച്വൽ ലൈഫിന് സഹായകരമായ ഒന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് ഒരുപക്ഷെ അവരുടെ ഞാൻ പറയാം, അവർക്ക് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒന്ന്. പിന്നെ രണ്ടാമത് ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാം ഈ കുറെ പ്രവൃത്തികളാണ്, കർമ്മങ്ങളാണ്. ഇപ്പോൾ പെരകുദാശ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലും പെരകുദാശയ്ക്കൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുരോഹിതൻ വന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ ഇട്ട് കടന്നു പോകും. പക്ഷെ നമ്മുടെ കുടുംബത്തിലൊരിക്കലും സമാധാനമില്ല എന്നുള്ളതാണ്. പുരോഹിതൻ വന്ന് ബൈബിളിലെ ചില കാര്യങ്ങൾ, സഖായുടെ കാര്യമൊക്കെ വായിക്കും. പക്ഷെ എൻ്റെ പിതാവിന്റെ അവസ്ഥ എന്താണെന്ന് ഈ വരുന്ന പുരോഹിതന് അറിയാൻ പാടില്ല. എൻ്റെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥ ഇവർക്കറിയാൻ പാടില്ല. ദാരിദ്ര്യത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ ഒരു ചടങ്ങ് പോലെ ചെയ്തു പോകണം. കുടുംബത്തിന് അതുകൊണ്ട് ഒരു ശുദ്ധീകരണം വരുന്നുണ്ടോ? ഞാൻ പക്ഷേ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പ്രാരംഭമായ ഒരു മുഖാന്തരം എന്താണ്? ആരെങ്കിലും ഭവനത്തിലേക്ക് ഇവരുടെ സുവിശേഷ പ്രവർത്തകർ വരികയോ, പാസ്റ്റർക്ക് അങ്ങനെ നിൽക്കുന്ന സഭയിൽ നിന്ന് ചില ബൈബിൾ സംബന്ധമായി പഠിച്ചപ്പോൾ ചില വ്യത്യാസങ്ങൾ കാണാനായിട്ട് എടുക്കും. ഇതിനൊരു മുഖാന്തരം ഉണ്ടല്ലോ, ഒരു ആരംഭം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, മുഖാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനം പഠിക്കാനിടയായത് തന്നെയാണ് അതിൻ്റെ മുഖാന്തരം. അപ്പോൾ ഈ എന്നെ പേഴ്സണലി പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ദൈവവചനം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ കുറവുകളേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തിലാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുകയും ആ രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു സഭയെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യാൻ ഉള്ളൊരു അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, അതാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള. അത് ഏത് സഭ എന്നുള്ളതല്ല. കാരണം ഇപ്പം ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഏത് സഭ എന്നൊക്കെ പറഞ്ഞാലും അതിന് അതിൻ്റെതായ വൈകല്യങ്ങളൊക്കെ ഉണ്ട്. കുറവില്ലാത്ത സഭ മണവാട്ടി സഭ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യരിലേക്കോ ദേവദാസന്മാരിലേക്കോ ശ്രദ്ധിക്കാതെ വചനത്തിലും ദൈവത്തിലും ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. പാസ്റ്റർ, ഇത് എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു ചിന്ത വരാൻ വന്നത്? ഇത് ഈ വിശ്വാസത്തിൽ വിശ്വാസ അനുഭവത്തിലേക്ക് വന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിന് മുമ്പാണ് സ്നാനപ്പെട്ടത്. ഓക്കെ. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ ഈ പൂർണ്ണമായിട്ട് മാറി പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നതോടുകൂടി ഭവനത്തിൽ നിന്നുള്ള അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? പൊതുവെ സഭാവിശ്വാസികളുടെ, ബന്ധുമിത്രാദികളുടെ, ഭവനക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഭവനക്കാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, എന്നോട് വളരെ സഹകരിച്ചു. പിന്നെ ഞാനങ്ങനെ ചർച്ചിൽ നിന്ന് വ്യത്യസ്തമായൊരു ലൈൻ സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മനോഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായി. എന്നാലും ഈ കഠിനമായ ശോധനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം മാറ്റിയത് കർത്താവാണെന്ന് അവർക്കെല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള സമീപനമാണ് നമുക്ക് ഉണ്ടായത്. പിന്നെ നമുക്ക് കുറേ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു ചർച്ചിലുമായിട്ടും ഒക്കെ ആയിട്ട്. അവർ കുറേ പേരും ഇങ്ങനെയൊരു തീരുമാനം എടുത്തപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാനിടയായി തീർന്നു. വിളിക്കില്ല, പറയല്ല, കണ്ടാൽ ചിരിക്കുക പോലും ഇല്ലാത്ത ഒത്തിരി ബന്ധങ്ങൾ വേറെ ഉണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം ഈ കർത്താവിൻ്റെ സ്നേഹം അറിയാനും നമ്മളെക്കാൾ കൂടുതലായിട്ട് അവർ കർത്താവിന് പ്രയോജനപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം നടത്തട്ടെ എന്ന് ആഗ്രഹിക്കണം. ഓക്കെ. പിന്നീട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. പിന്നീട് എനിക്കൊരു സുവിശേഷകനാകണം, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആകണം, ദൈവവേല ചെയ്യണം എന്നൊരു താല്പര്യം വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? ദൈവവേല ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലൈനിലേക്ക് വന്നത്, ഞാൻ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്. പിതാവ് നന്നായിട്ട് മദ്യപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പം അതിൻ്റെതായ രീതിയിലുള്ള പ്രയാസങ്ങളെല്ലാം എൻ്റെ ചെറുപ്പ ജീവിതം മുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്.
മിക്കവാറും ഒറ്റ ദിവസം പോലും വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിതാവിൻ്റെ ആ ബലഹീനത കൊണ്ട് പലപ്പോഴും ആടിയും ബഹളങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഒറ്റപ്പെടൽ. ആരും ഞാൻ എൻ്റെ 2 സഹോദരന്മാരുണ്ട്, അമ്മയുണ്ട്. ഞങ്ങളെ സഹോദരിമാരും ഞങ്ങളെ മക്കളെ പേര് പോലും വിളിക്കുകയില്ലായിരുന്നു. മറ്റുള്ളവർ പറയുമ്പോൾ കള്ളുടിയൻ ഇന്നയുടെ മക്കളെന്ന് പറയാൻ താല്പര്യമുള്ളൂ. പലപ്പോഴും നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എവിടെ ചെന്നാലും സ്വന്തം വീട്ടിലെ ബന്ധുമിത്രാദികളുടെ വീട്ടിലൊക്കെ ചെന്നാൽ ഒരു ഒറ്റപ്പെടലും, അവരൊറ്റപ്പെടുത്തിയതല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒറ്റപ്പെടലും വേദനയും നിരാശകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആണ് ദൈവാന്വേഷണം തുടങ്ങിയത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവിക കൂട്ടായ്മയിൽ പോകാനായിട്ട് ഒരാൾ പലപ്പോഴും എന്നെ വിളിക്കുകയായിരുന്നു. പക്ഷെ എനിക്കത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അത് കൈവെട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ഒരു അസ്വസ്ഥത പോലെ എനിക്ക്, നമ്മൾ യാക്കോബ പശ്ചാത്തലത്തിലെത്തുമ്പോൾ അങ്ങനെയാണല്ലോ ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ ഞാനും ചിന്തിച്ചു. പക്ഷേ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം എനിക്ക് എന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന വികാരിയായിട്ടുള്ളൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറയും, നീ ഇങ്ങനെ പള്ളി വന്ന് കുർബാനയും കണ്ട് ഒരുപാടും കഴിച്ചു പോയിട്ട് മാത്രം കാര്യമൊന്നുമില്ല. വചനം മനസ്സിലാക്കണം, വചനം വായിക്കണം, വചനത്തിൽ എന്താണ് പറഞ്ഞത് അതുപോലെ നമ്മൾ ജീവിക്കണം. നീ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനോഭാവം ഇതാ, നമ്മളിറങ്ങല്ല. അങ്ങനെ ഒരു ദിവസം നിവൃത്തിയില്ലാതെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുകയാണ്. പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അന്ന് എന്നോട് സംസാരിച്ച വചനം ഇതായിരുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നും ദൈവഭക്തരായ അവന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും പോയി പ്രാർത്ഥിക്കേണ്ട വീട്ടിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട്, കല്ലുകൂടി മാറാനായിട്ട്. പക്ഷെ എന്റെ പ്രാർത്ഥന കേൾക്കണില്ല. അപ്പൊ ആ ദേവദാസം വിശദീകരിച്ചപ്പോ ദൈവഭക്തരായി ജീവിക്കേണ്ടതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ചില കാര്യങ്ങളൊക്കെ മാറാനുണ്ടല്ലോ. കാര്യം ഞാൻ ഞായറാഴ്ച പോയി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ മാറ്റമില്ല. ആ ജീവിതത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 1.5 വർഷം എനിക്ക് തോന്നുന്നു, 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിതാവിന് ഭയങ്കര മാറ്റമുണ്ടായി. അപ്പച്ചൻ മദ്യപാനമൊക്കെ വിട്ടു, മുറുക്ക്, ചീട്ടുകളി, അങ്ങനെ എല്ലാ പരിപാടികളും മാറ്റി. അപ്പച്ചൻ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് വരാനായിട്ട് കർത്താവ് സഹായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ അനുഭവിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അന്ന് ഞാൻ കർത്താവ്, അപ്പൊ എൻ്റെ വീട്ടിൽ വന്നൊരു സമാധാനം. അപ്പോൾ ആ സമാധാനത്തെ കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കും, ദൈവം ഒരു 10 കൊല്ലം മുമ്പ് ദൈവത്തെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഉറങ്ങാൻ കഴിയാത്ത ഭീകരമായൊരു കുടുംബ പശ്ചാത്തലത്തിൽ പിതാവ് ഒരു ദിവസം പറയുകയാണ്, വാടാ പായ വിരിക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറയുമ്പോൾ ഇരുട്ടും വെളിച്ചം പോലെയുള്ള അനുഭവമാണ് അല്ലേ. അപ്പൊ ഇപ്പോഴും ഞാൻ ഓർക്കും, ദൈവം ഒരു 10 കൊല്ലം മുമ്പെങ്കിൽ എനിക്ക് യേശുവിനെ കണ്ടുകൂട്ടാൻ പറ്റിയില്ലല്ലോ. അത് ഓർക്കുമ്പോൾ ഒരു നിരാശയാണ്. പിന്നെ അന്നേരം ഓർക്കും, ദൈവത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്താണല്ലോ നടക്കുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കാൻ, ദൈവം ഇത്രയും നാളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു മാറ്റം വന്നത് വചനത്തിലേക്ക് എടുത്തപ്പോഴാണ്. ഞാൻ ഇനി എന്ത് പ്രതിഫലം കൊടുക്കും കർത്താവ്. അപ്പൊ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടുത്തെ നേർച്ച കാഴ്ചകളൊന്നും കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത തീരുമാനം, ഇനിയുള്ള ആയുസ് ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുക. എങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അത് മുഖാന്തരമായത് എൻ്റെ പിതാവ് തന്നെയാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പൊ അന്ന് മുതൽ ഇന്നുവരെയും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. സുവിശേഷ വേലയ്ക്കുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് ബൈബിൾ കോളേജിൽ വല്ലതും പോയോ? ഞാൻ ബൈബിൾ കോളേജിലായിട്ട് പോയില്ല, ബൈബിൾ ക്ലാസ്സുകളിൽ പലതും പങ്കെടുക്കുന്നു. പിന്നീട് ഏത് സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് പാസ്റ്റർ മുമ്പോട്ട് പോയത്? ഞാനങ്ങനെ ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ടല്ല മുന്നോട്ട് പോകുന്നത്, സ്വതന്ത്രമായിട്ടാണ് പോകുന്നത്. അത് സ്വതന്ത്രമായിട്ട് പോകാൻ നമുക്ക് ഈ കൂട്ടത്തിലുള്ള പല ചർച്ചകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പരിമിതികൾ ഉള്ളത് കൊണ്ടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും, അതിന് പേഴ്സണലായിട്ടല്ല, ദൈവപ്രകാരം അങ്ങനെയല്ല. അപ്പൊ പിന്നെ നമ്മള് അത് അംഗീകരിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഇപ്പൊ എത്ര വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നു?
ഞാൻ 94 മുതലാണ് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് വരുന്നത്. എങ്കിലും പൂർണ്ണമായി സുവിശേഷ വേല ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 27 വർഷങ്ങളാണ്. 27 വർഷമാണ്. ഈ 27 വർഷത്തെ അനുഭവങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ പാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്? 27 വർഷത്തെ അനുഭവങ്ങൾ ചുരുക്കി പറയാന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രയാസമാണെങ്കിലും 27 വർഷത്തെ ഒരു 15 വർഷത്തിനപ്പുറം, അതിൽ ഏകദേശം ഒരു 15 വർഷത്തോളം ആയുള്ളൂ ഈ കെയറിംഗ് ഇന്ത്യ എന്നുള്ളൊരു പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ട്. കെയറിംഗ് ഇന്ത്യ. അപ്പം അതിനു മുമ്പ് നമ്മൾ സാധാരണ ഇങ്ങനെ ശുശ്രൂഷകൾ നടത്തുക, മീറ്റിങ്ങുകൾ നടത്തുക, ബൈബിൾ ക്ലാസ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് അങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ ദൈവം ജീവിക്കുന്നു എന്ന് ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി. അതുപോലെ നമുക്ക് സുവിശേഷം പറഞ്ഞ് വ്യക്തിപരമായി ഓർത്തിരിക്കാൻ പാകത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അതൊക്കെ എനിക്ക് എന്നും ഓർക്കുന്ന സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. പിന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെയാണ്. അപ്പം അത് കുടുംബത്തില്, വിവാഹ ജീവിതത്തില്, കുഞ്ഞുങ്ങളുടെ കാര്യത്തില് എല്ലാം കർത്താവ് ഒത്തിരി അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അത് കൊണ്ടാണ് കൂടുതലും അതിലേക്ക് കർത്താവിന്റെ വേലയിൽ ഉറയ്ക്കാനുള്ള ഒരു കാര്യം. ഇപ്പോ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പൊ പ്രധാനമായിട്ട് പാസ്റ്റർ ഇവിടെ ഒരു പാലിയേറ്റീവ് സെന്റർ നടത്തുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. കർത്താവ് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആയിരുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ ദുരവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, പല പ്രാവശ്യം മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അങ്ങനെയാണ് പിന്നീടാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. കർത്താവിനെ അറിഞ്ഞ സുവിശേഷ വേല വന്നു. അപ്പോൾ ആ വേലയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വല്ലാത്തൊരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു 1.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ അതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് കർത്താവ് ഒരു ദൈവത്തിനെ എനിക്ക് തന്നിരുന്നു ശമരിയക്കാരൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പം ഞാൻ സാധാരണ നമ്മൾ പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണല്ലോ, പ്രസംഗിക്കാനുള്ള ഒരു ബോധ്യമായിരിക്കും എന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഒക്കെ റെഡിയാക്കി നല്ലൊരു പ്രസംഗം റെഡിയാക്കി പല സ്ഥലത്തും പ്രസംഗിച്ചു. ഞാൻ വിചാരിച്ചു അപ്പോൾ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അതിനുശേഷം മഞ്ഞപ്പിത്തം വന്നിട്ട് 1.5 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഈ 1.5 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു കൗണ്ട് പോലെ എൻ്റെ ബിലിറൂബിൻ കൗണ്ട് ഒരു പോലും കുറയണില്ല. അപ്പൊ സാമ്പത്തികമായിട്ട് ഒരു വശത്ത് ഭയങ്കരമായ ഞെരുക്കമുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഒരു 1.5 വർഷം കഴിയുമ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ഇത്രയും നാളായി മരുന്ന് കഴിക്കുന്നു, ഇത് ഒരു തരത്തിലും കുറവില്ല, ഞാൻ എന്നെ ചെയ്യണ്ടേ? അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു, ഞാനും അത് ചിന്തിക്കുന്നുണ്ട്, നമുക്ക് ഒരു ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞു. ബയോപ്സി എന്ന് കേട്ടപ്പോ ക്യാൻസറസ് ആണല്ലോ, നമുക്കൊരു ആശങ്ക. അപ്പൊ ലിവർ ബയോപ്സിയുടെ ഒരു സംശയം ഡോക്ടർ പറയുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ മദ്യപിക്കാറൊന്നുമില്ല സാറേ. അപ്പൊ അവർ പറഞ്ഞു, മദ്യപിച്ചില്ലെങ്കിലും അല്ലാതെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്, നമുക്കത് അറിയില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബയോപ്സിക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ ഇവിടെയല്ല വെല്ലൂർക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ വെല്ലൂർ പോയി അവിടെ ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിൽസൺ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെല്ലൂർ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന മുറി വന്ന് പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, കർത്താവ് എനിക്കിങ്ങനെ ഒരു സാഹചര്യം വരാനൊരു കാര്യം, എൻ്റെ എന്തെങ്കിലും കുറവാണെന്ന് എന്നോട് പറ കർത്താവ്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ നമുക്കൊരു വെളിപ്പാട് കിട്ടണമല്ലോ, ഒന്നും വെളിപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബയോപ്സിക്ക് വേണ്ടി പോകുന്ന സമയത്താണ് കർത്താവ് ഈ ദർശനം എനിക്ക് ഒന്നുകൂടി തരികയാണ്, ഇത് ഈ ശമരിയക്കാരൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച്. അപ്പം എനിക്ക് അന്നേരം എനിക്ക് തോന്നി ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് പ്രവർത്തിക്കാനുള്ളതാണ് എനിക്ക് അന്നേരം തോന്നുകയാണ്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അതാണ് ഞാൻ അനുസരിച്ചോളാം. അങ്ങനെ ഞാൻ ബയോപ്സിക്ക് വേണ്ടി കിടക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ദൈവത്തിൻ്റെ ഭയങ്കര പരിപാലനമായിരുന്നു. ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ബയോപ്സിക്ക് വേണ്ടി എന്നെ കിടത്തുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ്, അതിൻ്റെ പ്രൊസീജിയറൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സൽമാനെ ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു.
അത് ഒറ്റപ്പെട്ട അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു വെല്ലൂരൊക്കെയാണ് അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുള്ളൂ. ആ ഡോക്ടർ എന്നോട് പറയും ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട്, അപ്പം ഞാൻ തീർച്ചയായിട്ടും സാറെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പം അദ്ദേഹം ടീമെല്ലാം വട്ടം നിന്നിട്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അത് ദൈവനാമ മഹത്വത്തിനായി തീരണം. ആ സമയത്ത് കിടന്നുകൊണ്ട് ഞാനും കർത്താവോട് പറയാം, കർത്താവേ ഈ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഞാൻ നേരിടുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കാല് വയ്ക്കുമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. പക്ഷേ അത് 10 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരികയാണ്. റിസൾട്ട് വരുമ്പോൾ എൻ്റെ 2 മാസം അവിടെ താമസിച്ച് ബ്ലഡ്, യൂറിൻ മുതൽ സകല ടെസ്റ്റുകളും ചെയ്ത് എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ്. ഈ ബയോപ്സി വന്നപ്പോൾ അത് നെഗറ്റീവാണ്. പിന്നെ എനിക്കെന്താ ക്ഷീണം, എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇവിടുന്ന് 10 ചുവട് എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ തളർന്നു വീഴുമായിരുന്നു. ബോഡിയൊക്കെ എങ്ങനെയുണ്ട് മനുഷ്യൻ പറഞ്ഞ് വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ പക്ഷേ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് എനിക്കൊരു വചനം എൻ്റെ ഇടയ്ക്ക് തന്നിരുന്നു. യോബിന്റെ പുസ്തകത്തിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾക്ക് ശേഷം ദൈവം യോബിനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ അവൻ നല്ല വാർദ്ധക്യത്തിൽ പിതാക്കന്മാരോട് ചേർന്നു. ആ പ്രയോഗം, നല്ല വാർദ്ധക്യത്തിൽ പിതാക്കന്മാരോട് ചേർന്നെന്നുള്ള പ്രയോഗം എൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രകാശം തരുന്ന അനുഭവമായിരുന്നു. കാരണം ആ സമയത്ത് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മരിക്കും എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. തന്നെയല്ല എനിക്ക് 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം എന്നെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ഈ വചനം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇരുട്ടുള്ള മുറിയിലേക്ക് ലൈറ്റ് വന്ന ഒരു അനുഭവമായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ എല്ലാ ഭാരങ്ങളും മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പം അതിനുശേഷം ആ റിസൾട്ട് ഞാൻ ഇവിടെ ചെല്ലുമ്പോഴാണ് ഒരു പ്രശ്നം എനിക്കില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുത വിടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നാട്ടിൽ വന്ന് ഈ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ചിലരുടെ മുഖങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ മുഖം കണ്ട 1-2 കേസുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ കേസിൽ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അത് ഒരു രോഗിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ റേഡിയേഷൻ ചെയ്യാൻ പണമില്ലാതെ വളരെ ഭാരത്തോടിരിക്കുക. എന്നാൽ അവർ പോകുന്ന കൂട്ടായ്മയിൽ ഇഷ്ടംപോലെ സാമ്പത്തിക സാഹചര്യം ഉള്ളവരാണ്. അപ്പൊ ഇവരുടെ പ്രയാസം അവർക്ക് മനസ്സിലാകുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും അവർ വളരെ പ്രയാസത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് സാമ്പത്തികമായിട്ടൊരു കൈത്താങ്ങിലേക്കാണ് പോയത്. ഞാൻ ആ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ വരുന്നത് ആ പഴയ സൽമാനായിട്ടാണ്. എനിക്ക് ദേഹത്തിന് തളർച്ചയില്ല, ക്ഷീണമില്ല, ഒരു പ്രയാസങ്ങളുമില്ല. അങ്ങനെ ദൈവം ഉറപ്പിച്ചു തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വിളിച്ചതെന്ന കാര്യം ദൈവം എനിക്ക് സിഗ്നൽ സഹിതം തന്നതാണ്. അന്ന് മുതലാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് അങ്ങനെ മുന്നോട്ട് വന്നത്. അപ്പൊ ജീവിതത്തില് ഞാൻ നേരിട്ട വേദനകൾ, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടുത്തലുകൾ, ആരും സഹായിക്കാനില്ലാത്ത അനുഭവങ്ങൾ, ദാരിദ്ര്യം, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, ഇങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങള് സമൂഹത്തിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു കെയറിംഗ് ഇന്ത്യ എന്നൊരു ശുശ്രൂഷയിലേക്ക് വരാൻ മുഖാന്തരമായി. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ച സമയത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ സൂയിസൈഡ് അറ്റംപ്റ്റിൽ കിടക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് അവരോട് പറയുക, യേശുവിനെ കുറിച്ച് പറയുക, വിശ്വാസത്തിലേക്ക് വരുന്നവരെ നമ്മളോട് ചേർത്ത് നിർത്തുക. അങ്ങനെ ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിപ്പോ എത്ര വർഷമായി ഇതിപ്പോ ആരംഭിച്ചിട്ട്? ഇപ്പൊ ഏകദേശം 15 വർഷമാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന് പാലിയേറ്റീവ് കെയർ അല്ലേ? ഇത് പാലിയേറ്റീവ് കെയർ ആണ്. കെയറിംഗ് ഇന്ത്യ എന്നുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ വീടുകളിൽ ചെന്നിട്ടാണ് നമ്മളിങ്ങനെ അരി സാധനങ്ങളും മരുന്ന് അങ്ങനെയുള്ള കുട്ടികളെ, മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ആദ്യമേ ചെയ്തത്. അത് നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിശ്വാസികളായ അമ്മച്ചിമാര് ഈ പല സ്ഥലത്തും വളരെ ഒറ്റപ്പെടുന്ന, തള്ളപ്പെടുന്ന വീടുകളിൽ നിന്ന് വിശ്വാസത്തിന്റെ പേരിൽ തല്ലിയിറക്കി വിടുന്ന അനുഭവങ്ങള്, അങ്ങനെ ഒത്തിരി കണ്ണുനീര് അനുഭവിക്കുന്ന അമ്മമാര് കണ്ടുകൂട്ടാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള വളരെ വിശ്വസ്തരായ നല്ല പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ അവരും അതിൽ കൈകോർത്തു. ഞങ്ങൾ അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള അമ്മമാർക്ക് പ്രത്യേകിച്ച് പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് നമ്മൾ താമസിക്കാനും ഇടയില്ല, ജീവിക്കാനും മാർഗമില്ല, ആരും സ്നേഹിക്കാനില്ലാത്ത വരുമ്പോഴത്തേക്കും നിരാശയിൽപ്പെട്ട് ഉള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയുള്ള അമ്മമാരെ നമുക്ക് ചേർത്ത് നിർത്താം. ആ ഒരു ആശയത്തിൻ്റെ പിന്നിലാണ് നമ്മൾ പാലിയേറ്റീവ് സെൻ്റർ ആരംഭിക്കുന്നത്. അതിപ്പോൾ വളരെ മനോഹരമായിട്ട്. ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട് ഈ ഇവിടെ താമസിക്കുന്നത്? ഇവിടെ 6 പേര് ഉണ്ട് ഇപ്പം നിലവിൽ. ഒരു ഭാര്യയും ഭർത്താവും ഒരു നോക്കാനായിട്ട് ഒരു രാജൻ ചേട്ടനും ഉദയമ്മ സിസ്റ്റർ, അവർ 2 പേരും ആ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. അങ്ങനെ 6 പേരുണ്ട്. ഇതൊരു സെൻറ്റർ എന്നുള്ളത് പേരിനേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇതൊരു സ്ഥാപനമെന്നല്ല, കുടുംബമെന്ന വീട്, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ നടക്കുന്നത്. നിലവിൽ 6 പേരൂടെ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാസ്റ്റർ വീടുകളിൽ പല ആളുകൾക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പാസ്റ്ററുടെ കൂട്ടത്തില് ഇത് ഒരു ഓർഗനൈസേഷൻ ആണോ അതോ എന്താ, ഒരു ട്രസ്റ്റ് ആണോ, എങ്ങനെയാണ്? ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രവർത്തിക്കാൻ നിയമപരമായിട്ടില്ലല്ലോ. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത. അപ്പൊ ഇതിന് എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള ഈ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പണം കണ്ടെത്തുന്നത് നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ ഇന്നുവരെയും വിശ്വാസത്താലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഏതെങ്കിലും ഒരു വലിയ സഭയുടെ ഭാഗമല്ല, നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ പരിമിതമാണ്. പിന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം കൂട്ടിച്ചേർത്ത കുറച്ച് സഹോദരങ്ങളും സഹോദരിമാരും. സത്യത്തിൽ എൻ്റെ സുവിശേഷ വേലയിൽ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നത് ആ സഹോദരങ്ങളും സഹോദരിമാരെയാണ്, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കും ദൈവം. അപ്പം ഇന്നലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ പാലിയേറ്റീവ് സെൻ്ററിൽ അരി ഇന്നത്തേക്കുള്ള അരി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ കൂടെയുള്ള മത്തായി പാസ്റ്ററിൻ്റെ ഗൾഫിലൊരു സഹോദരി എനിക്ക് തോന്നുന്നു ഒരു 10-25 കിലോ അരി ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും അരി, അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. അപ്പം ദൈവം നമ്മുടെ അനുഭവത്തിൽ ഈ അരിപ്പാത്രം ശൂന്യമാകുന്ന നമ്മളെക്കാൾ മുമ്പ് നമ്മുടെ കർത്താവ്. അപ്പോൾ അത് ഞങ്ങളെ ദൈവം കരുതും എന്നുള്ളത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ല. പ്രസംഗിക്കും, ആ പ്രസംഗത്തിന്റെ പിന്നിലെ അനുഭവങ്ങളാണ് ദൈവം കരുതും എന്നുള്ളത്. അതായത് ഈ പാസ്റ്റർ പറയുന്നത് ഇവിടെ 6 പേര് താമസിക്കുന്നുണ്ട്. അവര് വളരെ നിർധനരായവരും അനാഥരായിട്ടുള്ളവരുമാണ്. ഇപ്പോൾ വളരെ നല്ല താമസ സൗകര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവരെ ഒന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല, സർക്കാരിൻ്റെ ഒരു നിയമമാണ്. അപ്പം ഇവിടെ ഈ ഭവനത്തിൽ പാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ ആളുകളെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, മരുന്ന് വേണം, അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്? ഇത് വിശ്വാസത്താൽ മാത്രം മുമ്പോട്ട് പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിനെ സഹായിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട്. പല ആളുകളും കൈത്താങ്ങലുമായിട്ട് മുമ്പോട്ട് വരുന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. അതിന് എന്താണ് പാസ്റ്റർ, ഇപ്പോൾ പാസ്റ്റർ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിൻ്റെ ആവശ്യകത എന്താണ്? പാസ്റ്റർക്ക് നല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി കിട്ടും. പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ ഈ അനാഥരായിട്ടുള്ള ആളുകളെ കൊണ്ടൊന്ന് പാർപ്പിച്ച് അവർക്ക് ഭക്ഷണവും മരുന്നും സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു. എന്താണ് ഇതിൻ്റെ ആവശ്യകത? എന്താണ്? നമ്മൾ പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ ദൈവവചനം പഠിക്കുമ്പോൾ ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നത് ഈ വചനം വിശ്വസിക്കുന്നതോടൊപ്പം ആ വിശ്വാസത്തിനൊരു പ്രവൃത്തി മേഖലയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഈ സ്നേഹം പുറത്തേക്ക് ഒഴുകണമല്ലോ. തീർച്ചയായിട്ടും ഈ പുറത്തേക്ക് ഒഴുകാത്ത ഒരു സ്നേഹം എന്നാരും മനസ്സിലാക്കും. അപ്പൊ മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ട് കണ്ടിട്ട് സ്വർഗസ്നായ പിതാവിന്റെ നാമം മഹത്വപ്പെടണം. അപ്പം യേശുവിനെ അറിയുന്ന ഞാന് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹം മുഴുവൻ ബാങ്കിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വസ്തു സമ്പാദിച്ച് ഞാൻ എന്റെ വീട്ടിലിരുന്നാൽ ഈ സ്നേഹം പുറത്തോട്ട് ഒഴുകുന്ന എങ്ങനെ? ജനം എങ്ങനെ യേശുവിന്റെ സ്നേഹം അറിയും? അപ്പൊ ഞാനിത് ആദ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും ചെന്നപ്പോൾ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയത്. കാരണം അവർ പറഞ്ഞു, മനുഷ്യന്റെ സൽപ്രവൃത്തികളൊക്കെ കറ ഉരുണ്ട തുടിയാണ്.
അത് പാസ്റ്റർ പറയുന്നത് വളരെ കറക്റ്റ് കാര്യമാണ്. ചില ആളുകൾ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കും. വേറെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടല്ലോ. അത് മാത്രമല്ല നമുക്ക് സുവിശേഷം പറഞ്ഞാൽ പോരെ. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്നാണ് വേദവസം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ ഇങ്ങനെ ഒരു വലിയ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വരണം. ഇപ്പം നിലവിൽ ഈ കെട്ടിടവും കാര്യങ്ങളൊക്കെ സ്വന്തമാണോ അതോ വാടകയ്ക്കാണോ? അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണല്ലോ. ഇമ്മാനുവേലാണ്. ക്രിസ്തു ദൈവം നമ്മോട് കൂടിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനൊരു പ്രവൃത്തിയുണ്ട്. അപ്പൊ ഈ പ്രവൃത്തി ഇല്ലാതെ വിശ്വാസ ജീവിതവും സുവിശേഷ വേലയും വ്യർത്ഥമാണെന്നാണ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു സഹോദരി ഭക്ഷണത്തിൽ വകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് പോയി നിർത്തി കഴിഞ്ഞിട്ട് വന്നാൽ പോരാ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദൈവസ്നേഹം വെളിപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മള് അതിലെ വർഷം വെച്ച് ആവശ്യകത എന്താ? ഓക്കെ, അതിന്റെ ആവശ്യകത എന്താന്ന് ചോദിച്ചാല് നമ്മള് പറഞ്ഞല്ലോ, ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ കരുതലില്ലാത്ത അനേക പൈസ ഉള്ളവർക്ക് പാസ്റ്ററെ, നമ്മളിപ്പോൾ വിശ്വാസകോളത്തിൽ തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ കേരളത്തിൽ ഏകദേശം 1 കോടിയിലധികം ആൾക്കാർ വിശ്വാസികളായിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്ക്. ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഈ 1 കോടി വിശ്വാസികള് മാസത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ചാൽ ദിവസം ചുരുങ്ങിയത് ഒരു 10,000 അല്ലെങ്കിൽ 30,000 പേർക്ക് വെച്ച് നമുക്ക് ഫുഡ് കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മുടെ ബാങ്കിൽ പൈസ ഉണ്ടാകും, നമ്മൾ സ്ഥലം മേടിക്കുന്നു, പരം മാറ്റി പണിയുന്നു. പക്ഷെ നമുക്കൊരു അനുഗ്രഹമാകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബലഹീനത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെങ്ങനെയാ അനുഗ്രഹമാകുന്നത്? ഇല്ലാത്തവനെ കരുതുമ്പോഴല്ലേ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ഇങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് അവരോട് സംസാരിക്കുമ്പോൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, അവർക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ, മരുന്ന് വാങ്ങിച്ചോ കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം ഉണ്ടല്ലോ. ഇപ്പം ഞാനിങ്ങനെയുള്ള പല ആളുകളോട് സംസാരിക്കാണ്ട് അവരുടെ വിഷമങ്ങൾ, വേദനകൾ, ചില ആളുകൾ മക്കൾ ഉപേക്ഷിച്ചവരായിരിക്കാം, ചിലർ സഹോദരങ്ങൾ ഉപേക്ഷിച്ചവരായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ മാനസികാവസ്ഥ അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് പാസ്റ്റർക്ക് മനസ്സിലായിട്ടുള്ളത്? അത് ഇപ്പം സായി പാസ്റ്റർ ഇവിടെയുള്ള ആൾക്കാരോട് നേരിട്ട് സംസാരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അനുഭവിക്കുന്നതുമായ ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്ഥാപനമായിട്ടല്ല, ഒരു കുടുംബമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഇവരെൻ്റെ മക്കളെ പോലെയാണ്. എനിക്ക് അവരെക്കാളും പ്രായം കുറവാണ്. പക്ഷെ ഒരു അപ്പനെ പോലെ അവരെന്നെ കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു സ്നേഹത്തിന്റെ അനുഭവമാണ്. അവരുടെ ഒരു പരിമിതികള്, ബലഹീനതകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അവർക്ക് അതുകൊണ്ട് അവര് എൻ്റെ അനുഭവത്തില് 100% വളരെ സന്തോഷമായിട്ട് അവര് ജീവിച്ചു പോകുന്നു. അതിനേക്കാളല്ല ഇവര് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഇവരിവിടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഉപരി ഇവര് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ടീമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വിഷയങ്ങൾ ഇതിനെല്ലാം വേണ്ടി പേരെഴുതി വെച്ച് ഇവിടെ വന്ന പലരുടെയും പേര് ഇവർക്കറിയാം. അവർ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഈ സ്ഥാപനം നമ്മളൊരു വെറും ഒരു ചാരിറ്റി എന്നുള്ള ലക്ഷ്യമല്ല നമുക്ക് അതിലുള്ളത്. ഇവരെ നിത്യതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അവര് നിരാശപ്പെട്ടു പോകരുത്, അവര് പ്രത്യാശയില്ലാതാകരുത്. അവര് പ്രത്യാശയിൽ നിലനിന്ന് ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ ഒരു അവസരം നമ്മളിവിടെ ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ആർക്കും നിരാശയില്ല. അവർ പ്രാർത്ഥിക്കാൻ ഉത്സാഹമുള്ളവരാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇവിടെ വന്ന് ഒരു പാസ്റ്റർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കും. കാരണം പാസ്റ്റർ ഒരു പ്രാവശ്യം കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു സാജി പാസ്റ്റർ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ചെയ്യുന്ന എല്ലാ ചാരിറ്റി വർക്കിനും ഒരു ലക്ഷ്യമുണ്ട്, അവരെ നിത്യതയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത ഒരു ചാരിറ്റി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ആളെ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ പാസ്റ്റർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, പല ആളുകളും ചിലപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവാം. എന്തൊക്കെ ആവശ്യങ്ങൾ? ഇപ്പം ഞാൻ ചോദിച്ചത് വാടകയ്ക്കാണോ എന്ന് ഞാൻ ചോദിച്ചു. അത് വാടകയല്ല, നമ്മൾ ട്രസ്റ്റിന്റെ വകയായിട്ട് ഉള്ള സ്ഥലമാണ്. പക്ഷേ ബാധ്യതകളുണ്ട്. ഇതിനൊരു 30-35 ലക്ഷം രൂപ ഇനി നമുക്ക് കൊടുത്തു തീർക്കാനുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലമാണ്. ഓക്കെ.
അപ്പോൾ ഇവിടെ ഇനി എന്തൊക്കെ ആവശ്യങ്ങളാണ് പാസ്റ്റർക്കുള്ളത്? ഇവിടെ നിലവിൽ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ അനുദിന ചെലവുകൾ ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതുപോലെ ഒത്തിരി അമ്മമാർ വിശ്വാസത്തിൽ ഒറ്റപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പം അമ്മമാർക്കുള്ള ഒരു 11 പേർക്കുള്ള സീറ്റിംഗ് നമുക്കുള്ളൂ. അതിൽ 8 പേരെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരു പ്രയറിനൊക്കെയുള്ള സൗകര്യങ്ങളും വേണമല്ലോ. അതുപോലെ അപ്പച്ചന്മാർ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട് വളരെ വേദന കഷ്ടത അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പല ആളുകളും ശുശ്രൂഷ ചെയ്യാൻ ആളുണ്ടെങ്കിൽ വേറൊരു ബിൽഡിംഗ് എടുത്ത് അപ്പച്ചന്മാരായിട്ടുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ച് അവിടെ ചെയ്യാൻ പാടില്ലേ? അത് ഇപ്പോഴത്തെ നിയമപരമായ സാഹചര്യം അനുസരിച്ച് ഈ വാടക കെട്ടിടങ്ങളൊന്നും ഇതിനുള്ള പെർമിഷൻ ഇല്ല. സ്വന്തം ബിൽഡിംഗ് വേണം. അതുകൊണ്ട് നമ്മളിത് മേടിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏതാണ്ട് 61,000 വീടുകൾ അടഞ്ഞു കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടുകളൊക്കെ ഈ അമേരിക്കയിലും കാനഡയിലൊക്കെ വീടുകളൊക്കെ ഉള്ള ആളുകൾ, നിങ്ങൾ ഇങ്ങനെയുള്ള ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. കാരണം നമ്മളിങ്ങനെ ഒരു വീട് ചുമ്മാ ഇട്ട് പോയിട്ട് കാര്യമില്ല. അതിൻ്റെ അകത്തൊക്കെ ഇതുപോലെയുള്ള പ്രായമായ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവർക്ക് ഭക്ഷണവും മരുന്നും സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഈ കേൾക്കുന്ന ആളുകൾ, പല രാജ്യങ്ങളിൽ നിന്ന് ഈ വീഡിയോ കേൾക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് എനിക്കിത് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല പ്രവർത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക് പല ആളുകളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി പദ്ധതി, നമുക്ക് ഇതുപോലെ ഒത്തിരി അപ്പച്ചന്മാരെയൊക്കെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കാരണം അങ്ങനെ വിളിക്കുന്നുണ്ട് ഒത്തിരി പേര്. അപ്പോൾ ഇവിടെ കെട്ടിടത്തിന്റെ പരിമിതിയുണ്ട്. നമുക്ക് ഇനി കുറച്ചുകൂടി കെട്ടിടങ്ങൾ കെട്ടിയ അല്പം കൂടി ബിൽഡിംഗ് പണിതാൽ അതിന് നമ്മൾ വളരെ സഹായമാകും. അതുകൂടാതെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ഡീഅഡിഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് റെന്റിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ആ വീട് കുറച്ച് നാളത്തേക്ക് അധികം നാളത്തേക്ക് കിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു പ്രവർത്തനം, ഈ ഡീഅഡിഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ വിശ്വാസകോളത്തിലുള്ളവർ തന്നെ പലരും അവിടെ വരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വലിയ വലിയ ചർച്ചിലെ ആൾക്കാർ, ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നവരൊക്കെ അവിടെ വന്ന് ഇപ്പോൾ പലരും കഴിഞ്ഞ് നല്ല മിടുക്കരായി കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖല ഇപ്പോൾ ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ കേരളത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഭയങ്കരമായൊരു ശുശ്രൂഷ കിടക്കുകയാണ്. ഞങ്ങളൊരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കിയത്. പക്ഷെ ഫസ്റ്റ് ബാച്ച് തന്നെ സക്സസ് ആയിരുന്നു. അപ്പോൾ ഒരു 75% ആൾക്കാരെയും അവരെ റെസ്റ്റോർ ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. മരുന്നില്ല, വചനം പഠിപ്പിക്കല്, പ്രാർത്ഥന, കൗൺസിലിങ്, അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റം ജീവിതങ്ങൾക്കുണ്ടാകുകയാണ്. അപ്പൊ ദൈവവചനത്തിന്റെ ശക്തി അവർ പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് ഈ ദൈവം ഒരു അവസരം തന്നാൽ നമുക്ക് കുറച്ച് അവർക്കുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഭാഗോടെയും കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശുശ്രൂഷ സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പൊ അങ്ങനെ സ്വല്പം ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ ഈ ശുശ്രൂഷ ഒരു സ്ഥലത്ത് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഓടി നടക്കണ്ട, ഒരു സ്ഥലത്ത് ക്യാൻറ്റീൻ മതി. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സഹായകരമായിരിക്കും. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ ഈ പാസ്റ്റർ പറഞ്ഞ പോലെ ഈ ഇപ്പോഴത്തെ ഞാൻ കാണുന്ന കുറെ പേർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് മനസ്സുണ്ട്, കുറെ പേരുടെ പണമുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടി ഒന്ന് യോജിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ടോ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? പൊതുജനം അറിയുക എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടി ഒന്ന് കടത്തി പറഞ്ഞാൽ, എൻ്റെ ഇത് കാണുന്ന ആത്മീയ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തനം നിങ്ങളായിട്ട് ആരംഭിക്കും. എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. നിങ്ങൾ കർത്താവ് കാഴ്ചപ്പാട് തന്നിട്ട് നിശ്ചയമായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. തീർച്ചയായിട്ടും ഒരുമിച്ച് കൈകോർക്കാം. ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും ദൈവരാജ്യത്തിന് ഫലകരമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അല്ല, ഈ ശുശ്രൂഷയായിട്ട് നിങ്ങൾക്ക് സഹകരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരുന്നുണ്ടെങ്കിൽ
വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം ഈ പാസ്റ്ററുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടും താൻ നടത്തുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ചും പറഞ്ഞല്ലോ. നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ ഈ പ്രിയ ദൈവദാസനെ വിളിക്കണം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇദ്ദേഹത്തെ സഹായിക്കണം, പ്രാർത്ഥനയിലൂടെ സഹായിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് കണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ട് ഇതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സുവിശേഷ പ്രവർത്തകരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓരോ സ്ഥലത്ത് ചെന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കി ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പാസ്റ്ററുടെ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണണമെങ്കിൽ കാണാം. നിങ്ങൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ അല്പം സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അതിന് ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഒരു മുറി പണിത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഒരു ചെറിയ ഒരു ഹോളായിട്ട് പണിത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ പല ആളുകളുണ്ട്, എന്നാൽ ഞാനൊരു മുറി പണിത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഹോള് പണിത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു ചെറിയ വാഹനം വാങ്ങിച്ചു കൊടുത്തേക്കാം. അങ്ങനെ ഒക്കെ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇതിവിടെ വന്ന് കണ്ട് കേട്ട് നിങ്ങൾക്കിത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നമ്മളിവിടെ എന്ത് സമ്പാദിച്ചാലും ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു വരികയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ളൊരു വലിയ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് എന്തായാലും ഈ പാസ്റ്ററോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. പാസ്റ്ററെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാസ്റ്ററുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. അനേകര് കടന്നു വരട്ടെ. അനേകര് ഇതിന് ഒരു കൈത്താങ്ങലായി സഹായമായി കടന്നു വരട്ടെ. അതോടൊപ്പം തന്നെ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടെ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഡയറക്ടറെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയൊരു പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ദൈവദാസന്മാർ തങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്ന് നമുക്കും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്കും പ്രവർത്തിക്കാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കട്ടെ. വളരെ നന്ദി.